ചാനൽ ലിയോ ഗെയിമർ. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് വീണ്ടും വന്നേക്കുവാണ് ഒരു മൈൻക്രാഫ്റ്റ് വീഡിയോ ആയിട്ട്. അപ്പോൾ ഗൈസ് ഞാൻ കുറേ നാളെ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഇന്നാണ് ഇച്ചിരി സമയം കിട്ടിയത്. ഇച്ചിരി പരിപാടി തിരക്കിലായിരുന്നു. അപ്പോൾ ഈ വേൾഡിൽ ഇച്ചിരി പ്രത്യേകതകളൊക്കെ ഉണ്ട്. എന്നാലും നമുക്ക് ബോണസ് ടെസ്റ്റ് ഒക്കെ ഞാൻ ഓണാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു മാക്സിമം നമുക്കൊരു സർവൈവൽ എപ്പിസോഡൊക്കെ എടുക്കണം. നേരെ വീഡിയോയിലേക്ക് കിടക്കും. അപ്പോൾ നമ്മൾ മരം മുറിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ താഴെയാണ്. സെറ്റപ്പ് കൈസിപ്പം നമ്മൾ മ്യൂസിക് ഒന്ന് ഓഫാക്കിയിട്ട കേട്ടോ. അപ്പോൾ അത് ഇവിടെ കൂടെ നമ്മൾ ആ ഷീപ്പിനെ കണ്ടില്ല, അത് ഇവിടെ എവിടെയുണ്ട്. ഫസ്റ്റ് ഷീപ്പ് നമ്മുടെ ഇവിടെ ഒരെണ്ണം കിട്ടോ. നമുക്ക് ഇതിനെ അങ്ങോട്ട് ചാമ്പിയേക്കാം. സമ്മതിക്കുള്ള അടിക്കാൻ പറ്റില്ല. നമുക്ക് ഇതേ ഇവിടെ സ്റ്റോണേജ് ആക്കാൻ വേഗം തന്നെ. നമുക്കിത് വേഗം നമ്മുടെ പരിപാടികളിലേക്ക് കടക്കണം. നമ്മളൊന്ന് ലാംഗ്വേജ് ഒന്ന് ചെറുതായിട്ട് മാറ്റാൻ വയ്ക്കുന്നതാണ്. പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല നമ്മൾ ഇംഗ്ലീഷ്. അപ്പം മൊത്തം മാർക്ക് അടവാണ്. ലാംഗ്വേജ് അച്ചീവ്മെൻ്റൊക്കെ എങ്ങനെ വലിയതും കൂടി അറിയില്ല എനിക്ക്. അപ്പോൾ നമ്മളപ്പം ഇത് മൈൻഡ് ചെയ്യാം കേട്ടോ. ഇത് മൊത്തം മൈൻഡ് ചെയ്യണം. മാക്സിമം നമ്മൾ മൈൻഡ് ചെയ്ത് കേട്ടോ. ഇപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മളപ്പം 60 സബ്സ്ക്രൈബറിലേക്കായി. അപ്പോൾ റോഡ് ടു 100 സബ്സ്ക്രൈബറാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. അപ്പോൾ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കിത്രയും നമുക്കിനി ക്രാഫ്റ്റിംഗ് ടേബിൾ നല്ലൊരു സ്ഥലത്ത് കൊണ്ടുവയ്ക്കാം. ഉണ്ടാക്കുമ്പം തന്നെ നല്ലൊരു സ്ഥലമായിക്കോട്ടെ. അപ്പോഴത്തേക്ക് ഇച്ചിരി ഫർണേഴ്സൊക്കെ ഉണ്ടാക്കാൻ ഉണ്ടാക്കിയേക്കാം. ഇപ്പോൾ എല്ലാവരും സ്കൂളൊക്കെ തോന്നുന്നറിയാം. അപ്പം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക് കഴിഞ്ഞു. ഓക്കെ, ലൈക്ക് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ എല്ലാവരും. അപ്പോൾ ഇനി നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് മൈൻഡ് ചെയ്യാം കേട്ടോ. ഈ കഷ്ടപ്പെട്ട് മൈൻഡ് ചെയ്ത് നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തേക്കുക. അപ്പം സുഹൃത്തുക്കളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തേക്കുക ഗൈസ്. 40 ഇത്ര കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലൊരു സ്ഥലം നോക്കി ഇതങ്ങോട്ട് വയ്ക്കാം. നല്ലൊരു പ്ലെയിൻ ഏരിയ. അടുത്തൊരു നമുക്ക് പ്ലെയിൻ ഏരിയ കിട്ടാൻ ഇച്ചിരി ടഫാണ്. ഫസ്റ്റ് ആട്ടം അങ്ങനെ പോയിട്ട് നമുക്കപ്പോൾ ഇവിടെയായിട്ട് നമുക്കൊരു വീട് അറ്റാക്കാം. പക്ഷേ ഇതൊരു നല്ലൊരു സ്പോട്ടാണ്. നമുക്ക് നേരെ വെള്ളത്തിലേക്ക് ഇടാം. ഓക്കെ, നമുക്ക് നീന്തിയിട്ട് വരാം. ഇവിടെ നിന്ന് തുടങ്ങി കേട്ടോ ആ സൗണ്ട്. നമുക്ക് ഇവിടെ തന്നെ നമ്മൾ സെക്യൂറാക്കി ഇവിടെ ഉണ്ടാക്കാൻ വെച്ചാൽ ടഫാട്ടോ. ഇവിടെ മൊത്തം മരങ്ങളാണ്. പ്ലെയിൻ ഏരിയ ആയിട്ട് അങ്ങനെ ഒന്നും കാണല്ല. നമുക്കൊരു ട്രീ ഹൗസ് ഉണ്ടാക്കാൻ നോക്കിയാലോ. പൈസ ഇങ്ങനെ ഉണ്ടാവില്ല. ഒരു ട്രീ മരത്തിൻ്റെ മുകളിലുണ്ടാക്കാം.
ഇവിടെ കൂടെ ലാഡർ പോകണം രീതിക്ക്. നമുക്ക് നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെ നമുക്കൊരു ഫസ്റ്റ് ക്രാഫ്റ്റ് ടേബിൾ അങ്ങോട്ട് വെച്ചേക്കാം. എന്നിട്ടൊരു ലാഡർ അങ്ങോട്ട് ഉണ്ടാക്കിയേക്കാം. ഓക്കെ, നമ്മൾ ഇവിടെ ആയിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. നമുക്ക് ഇവിടെ ആയിട്ട് അപ്പോൾ സെറ്റാക്കണം. നമുക്കൊരു ബിഗ് ട്രീ ഹൗസ് സെറ്റാക്കി എടുക്കണം. അപ്പോൾ അപ്പം നമുക്ക് ഇച്ചിരി കൂടി സ്റ്റിക്ക് ഉണ്ടാക്കാം. എന്നിട്ട് നമ്മുടെ ബേസിക് ടൂൾസുകളായി തന്നെ ഉണ്ടാക്കിയേക്കാം. ഒരു പിക്കാക്സ്, ആക്സ്, രാത്രിയാകുമ്പോഴത്തേനൊരു സോഡ്, ഷവലാണ് ഇപ്പം അതിൻ്റെ ആവശ്യമില്ല. എന്നിട്ട് നമുക്കൊരു ഫർണസ് അങ്ങോട്ട് ഉണ്ടാക്കിയേക്കാം. 2 ഫർണസ് ഉണ്ടാക്കിയേക്കാം. ഓക്കെ, ഇത് തന്നെ നമ്മൾ സാധാ ഫർണസ് പോലെ വർക്കാവില്ലാന്ന് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ഒരെണ്ണം ഉണ്ടാക്കിയേക്കാം. പിന്നെ നമുക്ക് നമ്മുടെ വീട് സ്റ്റിക്ക് ഉണ്ടാക്കി, ലാഡർ ഉണ്ടാക്കി. നമുക്ക് ഇവിടെ ഒരു ലാഡർ വയ്ക്കാം. ഇതിപ്പോൾ ഇവിടെ വെച്ചേ. ഓക്കെ, ക്രാഫ്റ്റിംഗ് ടേബിളിൽ നമ്മൾ ലാഡർ വെച്ചു. അങ്ങനെയൊക്കെ വെക്കാൻ പറ്റുമോ? നമുക്ക് ഇവിടെ ലാഡർ വയ്ക്കാൻ പറ്റുമോ? അപ്പം നമുക്കിങ്ങനെ ഇതാണ് നമ്മുടെ വീട് തന്നെ കേട്ടോ. ഇവിടെ നമ്മുടെ വീടിൻ്റെ ഇതായിട്ട് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങനെ ഉണ്ടാക്കാം. ഇവിടെ നിന്ന് ഇങ്ങനെ റെഡിയാക്കി എടുക്കാം. അങ്ങനെ നമുക്ക് സെറ്റാക്കാം. അപ്പോഴത്തേനും നമുക്ക് ഇച്ചിരി വുഡ് അവിടെ വുഡൊക്കെ തീരാറായ. ഓ, നമ്മൾ മറ്റു സാധനം ഉണ്ടാക്കിയല്ലോ. അപ്പോൾ തീർന്നായിരിക്കും. നമുക്കപ്പം ഇനി നമുക്ക് നമ്മുടെ വീട് ഒരു ഇത് വെച്ച് ഇവിടെ വരും. നമുക്കപ്പോൾ ഒരു ചെസ്റ്റും കൂടെ അങ്ങോട്ട് ഉണ്ടാക്കിയേക്കാം. ഡബിൾ ചെസ്റ്റ് അത് ഈ സൈഡിലായിട്ട് അങ്ങോട്ട് വയ്ക്കാം. നമ്മുടെ ചെസ്റ്റ് റെഡി. ഇനി നമുക്കൊരു ഇതിൻ്റെ പേര് സ്മോക്കറല്ലേ? ഓക്കെ, നമ്മുടെ ഫർണസും ഇതിൻ്റെ മുകളിലായിട്ട് വയ്ക്കാം. ഇത് തുറക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇപ്പം എല്ലാ പണിയും തീർന്നുണ്ട്. നമുക്കപ്പോൾ ഇനി ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങോട്ട് ചൂണ്ടല്ലെങ്കിൽ അവിടെ മീൻ പോയി എടുക്കാം. അപ്പോൾ നമുക്കിനി നമ്മുടെ വീട് പണിയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് മാക്സിമം വുഡ് കളക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വുഡ് കളക്ട് ചെയ്യലേക്ക് കിടക്കാം. എന്നിട്ട് നിങ്ങൾ കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് ഇത്രയും വുഡ് കളക്ട് ചെയ്തു. നമ്മൾ ഇവിടെയുള്ള മരങ്ങളൊന്നും മുറിക്കാൻ നിന്നില്ല. ഇവിടെയുള്ള മരങ്ങൾ ഇച്ചിരി ഭംഗിയില്ലേ. പിന്നെ നമ്മൾ നമ്മുടെ ബോണസ് ചെസ്റ്റ് കിട്ടിയ അടുത്തുനിന്ന് തന്നെ നമ്മൾ അവിടെ നിന്ന് ഇച്ചിരി ഇങ്ങോട്ട് കയറിപ്പോയപ്പം അവിടെ നിന്ന് കുറേ വുഡ് കണ്ടു. അവിടെ നിന്ന് കുറേ അങ്ങനെ പറിച്ചെടുത്തു. നമുക്കൊരു ഇത് സെറ്റാക്കി എടുക്കാം. ഓക്കെ, ഇൻവെൻറ്ററി ഫുള്ളാണല്ലോ, സെറ്റാക്കാം. ഇൻവെൻറ്ററി ഫുള്ളായി. അത്രയും നമുക്ക് ഇപ്പം ഈ വുഡ് മതിയാവും. ഓക്കെ, നമുക്കപ്പോൾ ഇത്രയും ഇതായിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ് ഇവിടെ നിന്ന് ഇങ്ങനെ പണി പോകുന്നല്ലേ, ഇങ്ങനെ നടന്ന് സെറ്റാക്കണേ. നമ്മളിപ്പോൾ ഒരു ചുമ്മൊരു ബേസാണ് നിർമ്മിക്കാൻ നോക്കണം കേട്ടോ. അപ്പം ഇച്ചിരി കൂടി സെറ്റാക്കി എടുക്കണം ബേസ്. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ പോവാം. ഇത് അങ്ങോട്ട് കൊടുക്കണം. താഴെ സാപ്ലിങ്സ് വീണുണ്ട്, അത് നമ്മൾ നോക്കണ്ട. നമ്മുടെ ഇത് ജസ്റ്റ് ഇരിക്കുന്നുണ്ട്. സാപ്ലിങ്സ് വീഴണേ നമ്മൾ നോക്കണം. ഓക്കെ, ഇതുവരെ ഓക്കെ. നമുക്ക് ഒരു എത്ര ബ്ലോക്ക് ഹൈറ്റ് ഉണ്ട്? ഒരു 5 ബ്ലോക്ക്, 2, 3, 4, 5 ഇത്രയും ബ്ലോക്ക്.
ഫാസ്റ്റായിട്ട് ചെയ്തു. സോംബീസൊക്കെ വന്നിട്ടാ. അപ്പം 5 ബ്ലോക്ക് ആയിട്ട് വെച്ചാൽ ഇപ്പോൾ 5 ബ്ലോക്ക് കൂടുതലുണ്ടോ എന്നാണ് എൻ്റെ ഒരു സംശയം. അതായത് സോംബി നിൽക്കണം. കിട്ടുമോന്നൊരു സംശയമുണ്ട്. സ്പൈഡർ കിട്ടുവാണെങ്കിൽ നമുക്ക് ഫിഷിങ് ചെയ്യാം. അവിടെ സോംബി ഇങ്ങനെ ഇവിടെ കയറി. നമ്മുടെ വീടൊക്കെ പോട്ടോ. ആരെങ്ങനെ കയറി? നമുക്ക് അവിടെ എന്തെങ്കിലും നമ്മുടെ ടൂൾസൊക്കെ എവിടെയാലും ഇരിക്കണേ. വീഡിയോ റെക്കോർഡാവുള്ള റെക്കോർഡാവുണ്ട്. നമ്മളിനി മുകളിൽ ഇവൻ എങ്ങനെ മുകളിൽ കയറി? അവിടെ അങ്ങനെ സപ്ലൻസ് വേണ്ടാവില്ല. നമുക്കത് പിന്നെ മറ്റേ സാധനം ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് ആക്കാൻ പറ്റുമെന്നില്ലേ. അപ്പോൾ നമുക്കിനി നമ്മുടെ പണികളിലേക്ക് കിടക്കാം. അത്രയും ഇതാക്കുള്ളൂ. എന്താണെന്ന് വെച്ചാൽ അത് മൊത്തം മരം സൈഡല്ലേ, അത്രയും ബ്ലോക്ക് ഹൈ ആക്കള്ള കേട്ടോ. നമുക്കപ്പോൾ ഇങ്ങനെ നോക്കട്ടെ. ഐസിപ്പോൾ നമ്മുടെ ഇങ്ങനെ കേട്ടോ നമ്മളൊരു ഔട്ട്ലൈൻ ഇട്ടേക്കണേ. അവിടെയൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടേക്കോട്ടെ. നമ്മൾ ഈ മരവും കൂടി അപ്പം ഇവിടെയുള്ള മരവും കൂടി ഒന്ന് എടുത്തേക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ ആക്കിയത് കേട്ടോ. അപ്പം നമ്മൾ ഇത്രയും പണിയാക്കിയിട്ടുണ്ട്. ഐസിപ്പോൾ നമ്മൾ ഇത്ര കേട്ടോ നമ്മളിപ്പോൾ ചെയ്യുള്ളൂ. നമുക്കിനി നമുക്ക് അപ്ഗ്രേഡൊക്കെ ചെയ്യണം. അവിടെ ഇച്ചിരി ഷുഗർ കെയിനൊക്കെ നട്ട് ആരോ അല്ല അവിടെ കിടക്കുന്നുണ്ട്. അപ്പം നമുക്കിനി അയൺ ടൂളിലേക്ക് ആക്കണം. നമുക്ക് ഈ വെള്ളത്തിൻ്റെ അടിയിൽ പോയി നോക്കിയാൽ അയൺ കിട്ടുമോ നമുക്ക്. ഇപ്പോൾ അയൺ ഇനി എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ കൈസ്. അപ്പോൾ ഞാൻ ഇച്ചിരി മൈനിങ്ങിൽ പോട്ടെ കൈസ്. ഇപ്പോൾ നമ്മൾ കുറേ മൈൻ ചെയ്തു അങ്ങോട്ടത്തെ. ഇവിടെ നിന്ന് ഒരു കുറേ സമയം മൈൻ ചെയ്തു. അപ്പോൾ നമുക്കിത് കുറേ ഇഷ്ടം പോലെ നമുക്ക് അയൺ കിട്ടി. നമ്മളിപ്പം ഒരു സ്റ്റാക്ക് നമ്മൾ ഇതാക്കി. പിന്നെ നമ്മളൊരു പിക്കാക്സ് പുതിയത് നമ്മൾ പുതിയതായിട്ട് എടുത്ത കോബിൾ സ്റ്റോൺ പിക്കാക്സ് മാത്രമല്ല, നമ്മൾ വേറെ ഒരെണ്ണം ഉണ്ടാക്കി. പിന്നെ നമുക്ക് കുറേ സ്റ്റാക്ക് നമുക്ക് കോബിൾ സ്റ്റോൺ കിട്ടി. അത് ഞാൻ ഇവിടെ എവിടെ ഒരു ജസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാകും. അല്ല, ഇവിടെ തന്നെ ഇരിക്കട്ടെ. ഞാൻ അവിടെ അതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഉണ്ടാക്കി കുറേ നമ്മൾ മൈൻഡ് ചെയ്ത്. അത് ഞാൻ കാണിച്ചു തരാം ഗൈസ്. എത്തട്ടെ ഗൈസ്. അപ്പോൾ നമ്മളത് ഇവിടെ നമ്മുടെ വുഡുകളൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് ഇത്രയും സ്റ്റാക്ക് കോബിൾ സ്റ്റോൺ അടിയിൽ വെച്ചിട്ട് വന്നേക്കുന്നു. നമ്മൾ സ്പേസിലാണ് നമ്മൾ വുഡ് എടുത്തോണ്ടാണ് മുകളിലേക്ക് പോയേ. പിന്നെ നമുക്ക് കോളൊക്കെ കിട്ടും. കോളൊക്കെ നമ്മൾ ഇനിയും കുറേ അയണൊക്കെ അവിടെ ഇങ്ങോട്ടൊക്കെ മൈൻഡ് ചെയ്യാണ്ട് കേട്ടോ. അന്ന് നമ്മൾ മൈൻഡ് ചെയ്തുള്ള. പിന്നെ ഇവിടെയൊക്കെ കുറേ ഉണ്ട്. അപ്പം ഇനി നമുക്ക് മുകളിലേക്ക് പോയി നമുക്കൊരു അയൺ ആർമർ സെറ്റാക്കാം. നമുക്ക് പിന്നെ ഒരു അയൺ ഗോളത്തിന് സ്പോണാക്കി ഇട്ടാലോ? നല്ല ഐഡിയ ആണോ? അതാണെങ്കിൽ നമ്മുടെ ഒരു ഏരിയ ഒരു പ്രൊട്ടക്റ്റ് ആയി കിടന്നേനെ. പക്ഷേ ഇപ്പം വേണ്ട, നമ്മുടെ ബേസ് ഒന്ന് റെഡി ആവട്ടെ. ബേസൊക്കെ ഒന്ന് റെഡി ആയിട്ട് മതിയാവും. അപ്പം നമ്മളിത് ഇത്ര ആട്ടോ വലുതാക്കിയേക്കണം. പിന്നെ നമ്മളിവിടെ മൊത്തം ഒന്ന് ആരെങ്കിലും നമ്മുടെ ഇതിന് കഷ്ടകാലത്തിന് കയറി വന്നാൽ നമ്മൾ ചത്തിപ്പോവും. നമ്മളിവിടെയൊക്കെ ഒന്ന് കവറാക്കി എടുക്കും. കവറാക്കി ഓക്കെ, ഇപ്പോൾ കവറായി. അതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്നും ആരുമില്ല. പിന്നെ നമ്മൾ ഫുഡ് കുറേ ഉണ്ടാക്കിയാന്നു. പിന്നെ അത്രയൊക്കെ ഉള്ളൂ ഇന്നത് വരെ. ആർക്കും ആർമറും കൂടി ആക്കിയേക്കാം. അപ്പം നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഒരിത് പാൻറ്റും. അപ്പം വീട് കൊടുക്കല്ലേ, ഇതൊക്കെ അങ്ങനെ കയറ്റാം. ഓക്കെ, നമുക്കിത് മൊത്തം ചെസ്റ്റിലേക്ക് അങ്ങോട്ട് കയറ്റിയേക്കാം കേട്ടോ. നമ്മുടെ ഇരുന്ന വീണ്ടും ഇതായി പോവുള്ളൂ. നമ്മൾ വല്ല ചത്ത തീർന്നു. ഓക്കെ,
അപ്പം നമ്മുടെ ടൂൾ നമ്മൾ ഫുള്ളി പ്രൊട്ടക്റ്റഡായി നമുക്ക് ഇനി ഒരു ഷീൽഡും ഉണ്ടാക്കി വെച്ചേക്കാം. ഷീൽഡുമായി നമുക്കൊരു ഷിയർ ഉണ്ടാക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞ പ്ലാൻ ഒന്ന് ചെയ്തേക്കാം. നമുക്ക് റീബൂട്ട് ആണെങ്കിൽ ആരും കൂടുതലാക്കി അപ്പം നമുക്ക് എനിക്ക് വെള്ളയാണ്. നമുക്കപ്പം ഇവിടെയൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഒന്ന് കാണിക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ എൻട്രൻസ് നമ്മൾ സീക്രട്ട് ആയിട്ടാണ് വെച്ചേക്കണേ. ഓക്കെ, തീർന്നോ? നമുക്കപ്പോൾ ഇനി നമ്മുടെ ഇതും ഞാൻ പോലും അറിയാമല്ലോ നമ്മുടെ വീടേ നമ്മുടേതാണ്. ആ ഒരു സീക്രട്ടാണ്. നമുക്ക് ഫ്രണ്ട് വശമൊക്കെ ഒന്ന് കവർ ചെയ്യാം. ഇവിടെയൊക്കെ ഒന്ന് കവർ ചെയ്യാം. ഇപ്പോൾ ഇതാട്ടോ വഴി നമ്മുടെ വീട്ടിൻ്റെ. നമ്മളിവിടെയൊക്കെ ഒന്ന് കവറാക്കി ഇവിടെ നമുക്കൊരു എൻട്രൻസ് വേണം. നമുക്ക് അങ്ങോട്ടേക്ക് അപ്പം നമുക്ക് ഇവിടെ ഒരു വാതിൽ സെറ്റാക്കണം. ഓക്കെ അപ്പം ഇവിടെയും വാതിൽ വേണം. എന്നാൽ നമ്മുടെ ബേസ് ഒരു വിധം പ്രൊട്ടക്റ്റഡ് ആവും. അപ്പോൾ ഗൈസ് നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത്രയാക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഞാൻ ആ കാര്യം പറയാൻ വിട്ടു ഗൈസ്, നമുക്ക് ഇതിനകത്ത് ക്രിയേറ്റീവും കൂടി ആവാൻ പറ്റും. നമ്മളപ്പോൾ ഒരു കമാൻഡ് ബ്ലോക്ക് ഓണാക്കിയിട്ടുണ്ട്. അത് 5 തവണ ആട്ടോ ഇപ്പോൾ പറ്റുള്ളൂ. നമ്മൾ പറയാതെ ചെയ്യുന്നത് ഒന്നായി. നമ്മളപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ ഇതിനകത്ത്. ഓക്കെ, അപ്പോൾ ഗൈസ് ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗൈസ് നമ്മൾ അടുത്ത വീഡിയോ ഒരു എക്സ്ക്ലൂസീവ് തിങ് പറയണേക്കും. അപ്പോൾ ബൈ ഗൈസ്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പം ബൈ.